Hello everyone, HistoryNet JRF video series in മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. So today we are going to discuss about the reforms of Alauddin Khilji. നമുക്ക് എല്ലാവർക്കും അറിയാം അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് ഖൽജി ഡൈനാസ്റ്റിയിലെ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിലെ വളരെ പ്രശസ്തനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ്. അദ്ദേഹത്തിൻ്റെ റിഫോംസ് എന്നുള്ളത് വളരെ പോപ്പുലറാണ് ആൻഡ് വളരെ ലെങ്തി ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. നമ്മൾ കുറച്ച് ചെറുതായിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ കൂടുതൽ ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷന് നിങ്ങളതായിട്ടുള്ള റെഫറൻസ് നടത്തേണ്ടതായിട്ട് വരും. എനിവേസ് നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് വരാം. സോ ഹിയർ ദ ടോപ്പിക് റിഫോംസ് ഓഫ് അലാവുദ്ദീൻ ഖിൽജി. അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അഡ്മിനിസ്ട്രേഷനകത്ത് അദ്ദേഹം എന്തെല്ലാം റിഫോംസ് ആണ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ അഗ്രേറിയൻ റിഫോംസ് എന്തൊക്കെയാണ്, ആൻഡ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് റിഫോംസ് എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് അദ്ദേഹം അഡ്മിനിസ്ട്രേഷനകത്ത് കൊണ്ടുവന്നിട്ടുള്ള റിഫോംസ് എന്തെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ ശരിയ അത്തരത്തിൽ തന്നെ ഫോളോ ചെയ്യാത്ത ഒരു റൂളറായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തുടങ്ങിയുള്ള റൂളേഴ്സൊക്കെ. ഇതെല്ലാം നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശരിയോ ഫോളോ ചെയ്യാത്തത് ആരൊക്കെയായിരുന്നു, ഏത് രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷനാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് കിങ്ഷിപ്പ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാൽബൻ്റെ തിയറി പോലെ ആയിരുന്നു എന്നുള്ളതാണ്. ബാൽബൻ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊട്ടാരത്തിൽ ചിരിക്കാൻ പോലും പാടില്ല എന്നുള്ള ഒരു വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു റൂളറായിരുന്നു ബാൽബൻ എന്ന് പറയുന്നത്. സോ ഇവിടെ അലാവുദ്ദീൻ ഖിൽജി ഹി ഫോളോഡ് ബാൽബൻസ് പോളിസി തിയറി ഓഫ് ഫിയർ എന്നുള്ളത്. അദ്ദേഹം ആൾക്കാരെ പേടിപ്പിച്ച് അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിട്ട് തന്നെ ഭരിക്കുക എന്നുള്ള ഒരു രീതിയാണ് അലാവുദ്ദീൻ ഖിൽജി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ദെൻ ഹി വാസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഗോഡ് ഓൺ എർത്ത്. അതായത് കിങ് എന്നുള്ളത് ഭൂമിയിലെ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്നുള്ള ബാൽബൻ്റെ ആ ഒരു തിയറി നമുക്കറിയാം. സുൽത്താൻ സില്ലിലാഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ഒരു തിയറി തന്നെയാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ദെൻ ഹിസ് വേർഡ് വാസ് ലോ. അലാവുദ്ദീൻ ഖിൽജിനെ സംബന്ധിച്ചിടത്തോളം നിയമം എന്ന് പറഞ്ഞിട്ട് വാസ് നോട്ട് ശരിയ അല്ലെങ്കിൽ പ്രൊഫറ്റിക് ആയിട്ടുള്ള നിയമങ്ങളല്ല അവിടെ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത്. അവിടുത്തെ നിയമം എന്ന് പറയുന്നത് മൈലോ അല്ലെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ നിയമമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള നിയമം എന്ന് പറയുന്നത്. ഹിസ് വേർഡ് വാസ് ദി ലോ. ഇതിൻ്റെ ജുഡീഷ്യറിയുടേതാവട്ടെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ മേഖലയിലും അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി തന്നെയായിരുന്നു. ഹി വാസ് ദി അബ്സല്യൂട്ട് ഡെസ്പോട്ട് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് സുൽത്താൻ തന്നെ ആയിരിക്കും. അവിടെ ശരിയാന്നുള്ളതൊന്നും സുൽത്താൻ്റെ ഒരു കൺസേൺ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് ഇപ്പോൾ ബറാനിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബറാനി ഭയങ്കര സങ്കടത്തോടുകൂടി പറയുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അലാവുദ്ദീൻ ഖിൽജിനെയൊക്കെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത് സിയാവുദ്ദീൻ ബറാനി, അതുപോലെ തന്നെ ഫെരിഷ്ട, അതുപോലെ തന്നെ ആ സമയത്തെ മറ്റു ഹിസ്റ്റോറിയൻസ് ലൈക്ക് അമീർ ഖുസ്രോ, അതുപോലെ തന്നെ ഇസാമി തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ റൈറ്റിങ്സിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇതൊക്കെ നിങ്ങൾ ഫെർദർ റീഡിങ്സിന് വിധേയമാക്കേണ്ട സംഗതികളാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഹി വാസ് ദി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ്, അതിൻ്റെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത് സുൽത്താൻ അല്ലെങ്കിൽ അലാവുദ്ദീൻ ഖിൽജി തന്നെയായിരുന്നു. ആൻഡ് ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവിൻ്റെ ഹെഡും അതും അലാവുദ്ദീൻ ഖിൽജി തന്നെയായിരുന്നു. ആൻഡ് ഹി വാസ് ദി ഹെഡ് ഓഫ് ദി ജുഡീഷ്യറി ആൻഡ് അതോറിറ്റി ഓഫ് റിലീജിയസ് മാറ്റേഴ്സ്. നോർമലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സുൽത്താനേറ്റ് റൂളേഴ്സൊക്കെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന റൂളേഴ്സൊക്കെ ഫോളോ ചെയ്തിരുന്നത് റിലീജിയസ് അതോറിറ്റി ആയിട്ട് കാസി അതല്ലെങ്കിൽ എന്താണ് പറയുക ശരിയയിൽ പ്രാവീണുള്ള ആൾക്കാരെ ഉലമാസിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് റിലീജിയസ് അതോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ അലാവുദ്ദീൻ ഖിൽജി അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അതോറിറ്റി എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിലൊക്കെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അലാവുദ്ദീൻ ഖിൽജി ഹിംസെൽഫ് എന്നുള്ളതാണ്. സോ നമ്മളിനി അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. സോ അഡ്മിനിസ്ട്രേഷൻ വാസ് ഫ്രീ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ഉലമാസ്. സോ ഇവിടെ അഡ്മിനിസ്ട്രേഷനകത്ത് ഉലമാസിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് വിമോചിതമായിരുന്നു അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനകത്ത് ഉലമാസിന് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും അമിതമായിട്ടുള്ള ഇടപെടലുകളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഹി ഫോളോഡ് ഹിസ് ലോ നോട്ട് ശരിയ. അതാണ് ഞാൻ നേരത്തെ മുതലേ പറയുന്നത്. അദ്ദേഹം അലാവുദ്ദീൻ ഖിൽജി ഫോളോ ചെയ്തിരുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ നിയമങ്ങളായിരുന്നു, നോട്ട് ദ ശരിയ ലോസ്. ഓക്കെ, ഈ ഒരു ഇസ്ലാമിനകത്ത് എന്താണ് പറയുക ശരിയ ലോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു ലോ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റൂളേഴ്സൊക്കെ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ അലാവുദ്ദീൻ ഖിൽജി ആ ഒരു രീതിയിലല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ചുള്ള നിയമങ്ങളൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്. പറയുന്നുണ്ട് ജലാലുദ്ദീൻ ഖിൽജി അദ്ദേഹം
റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ തന്നെ ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ ഇസ്ലാമിക് ലോസ് അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് അലാവുദ്ദീൻ ഖിൽജിയുടെ അമ്മാവനായിരുന്ന ജലാലുദ്ദീൻ ഖിൽജി റിയലൈസ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് എക്സാക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള റൂളറായിരുന്നു അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. സെയിം ടൈം ജലാലുദ്ദീൻ ഖിൽജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ ആയിരുന്നു, ഭയങ്കര എന്താണ് പറയുക ആൾക്കാരോടൊക്കെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ പെരുമാറുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. അലാവുദ്ദീൻ ഖിൽജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് ഒന്നുമല്ല, കുറച്ചുകൂടി റൂഡായിട്ടുള്ള കുറച്ചുകൂടി ക്രൂവൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്സാണ് അലാവുദ്ദീൻ ഖിൽജി സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. പല കാര്യത്തിലും ഈ സംഗതി വരുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. സോ ഇവിടെ അലാവുദ്ദീൻ ഖിൽജി പറഞ്ഞൊരു സംഗതിയാണ് ഐ ഡു നോട്ട് നോ വാട്ട് ഈസ് ലോഫുൾ ഓർ അൺലോഫുൾ. എന്തൊക്കെയാണ് ലോഫുൾ എന്നുള്ളതും എന്തൊക്കെയാണ് അൺലോഫുൾ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ആൻഡ് അക്കോർഡിംഗ് ടു ശരിയ, അതായത് അക്കോർഡിംഗ് ടു ശരിയ പ്രകാരം എന്തൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളതും ആർക്കറിയില്ല, അലാവുദ്ദീൻ ഖിൽജിക്ക് അറിയില്ല. വാട്ട് എവർ ഐ കൺസിഡർ നെസസറി ഫോർ ദ സ്റ്റേറ്റ് ഓർ ഫോർ ഇറ്റ്സ് വെൽഫെയർ ഐ ഡിക്രി. അതായത് സ്റ്റേറ്റിനും ആ ഒരു സാഹചര്യത്തിനും നല്ലത് ഏതാണോ ഞാൻ അത് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അത് എൻ്റെ നിയമമായിട്ട് അവതരിപ്പിക്കും എന്നൊക്കെയാണ് അലാവുദ്ദീൻ ഖിൽജി പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് ഭരണിയൊക്കെ പറയുന്നത് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട്, അതായത് ദൈവത്തിൻ്റെ നിയമത്തിനൊക്കെ അലാവുദ്ദീൻ ഖിൽജി തള്ളിക്കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ അത് ഭയങ്കര സങ്കടത്തോടു കൂടി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. ദെൻ മറ്റൊരു സംഗതി ഉള്ളത് അലാവുദ്ദീൻ വാസ് ഇൻ ഫേവർ ഓഫ് അവാർഡിങ് ഇംപാർഷ്യൽ ആൻഡ് ഇമ്മീഡിയറ്റ് ജസ്റ്റിസ് എന്നുള്ളതാണ്. സോ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണത്തിനെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അദ്ദേഹം പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിനകത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പറയുന്നുണ്ട് ബംഗാൾ മുതൽ അഫ്ഗാൻ വരെ ധൈര്യമായിട്ട് കച്ചവടക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ തെലങ്കാന മുതൽ കശ്മീർ വരെ ഒരു പേടിയും കൂടാതെ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ക്രിമിനൽസിനെയും അദ്ദേഹം വെച്ച് പൊറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതക്കാലത്തെ ഹിസ്റ്റോറിയൻസൊക്കെ വളരെ ഏകാഭിപ്രായത്തിൽ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. സോ അദ്ദേഹം ഇമ്പാർഷ്യൽ അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ജസ്റ്റിസിലാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പറയുന്നുണ്ട് ക്രിമിനൽസൊക്കെ അവർ ചെയ്തിട്ടുള്ള കുറ്റം സമ്മതിക്കാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സംഗതികൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സോ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് കൂടുതൽ വർക്കുകൾ വായിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്കതിൽ സജസ്റ്റ് ചെയ്യാനുള്ളത്. സോ നമ്മൾ അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റവന്യൂയുടെ അകത്ത് അതല്ലെങ്കിൽ ഒരു അഗ്രേറിയൻ ഇടപെടലുകൾ അല്ലെങ്കിൽ ടാക്സേഷൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എല്ലാത്തിലേക്കും ഡീപ്പായിട്ടൊന്നും ഞാൻ പോകുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാമെന്നുള്ളത്. അദ്ദേഹം ഹി സ്റ്റാർട്ടഡ് മെഷറിങ് ലാൻഡ് എന്നുള്ളത്, ലാൻഡ് മെഷർ ചെയ്തതിന് ശേഷം ടാക്സൊക്കെ ഫിക്സ് ചെയ്യുന്ന രീതിയൊക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം ഈ ഒരു മെഷർമെൻറ്റിന് ശേഷമാണ് അദ്ദേഹം എത്രയാണ് ടാക്സ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ 50% ആണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റിൻ്റെ ഷെയർ ആയിട്ട് അല്ലെങ്കിൽ അഗ്രേറിയൻ റിഫോംസിൻ്റെ ഭാഗമായിട്ട് 50% ഓഫ് ദ പ്രൊഡ്യൂസ് എന്ത് ചെയ്യണം ടാക്സ് ആയിട്ട് നൽകണം എന്നുള്ള തീരുമാനങ്ങളൊക്കെയാണ് അലാവുദ്ദീൻ ഖിൽജി എടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുന്നത് ഹീ സ്റ്റാൻഡർഡൈസ്ഡ് ഓൾ വെയ്റ്റ് ആൻഡ് മെഷർ എന്നുള്ളതാണ്. സോ വെയ്റ്റ് ആൻഡ് മെഷറിനകത്ത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ, സത്യം പറഞ്ഞാൽ സുൽത്താനായിട്ടുള്ളൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്യുവർലി സെൻട്രലൈസ്ഡ് ആയിട്ടൊരു അഡ്മിനിസ്ട്രേഷൻ തുടങ്ങുന്നത് അലാവുദ്ദീൻ ഖിൽജി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ പ്യുവർലി അദ്ദേഹം ഒരു വെയ്റ്റ് ആൻഡ് മെഷർ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട്. ഒരു സുൽത്താനായിട്ടിലുടനീളം ഏകമായിട്ടുള്ള സെയിം വെയ്റ്റ് ആൻഡ് മെഷർ സിസ്റ്റം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിഫോമാണ് മാർക്കറ്റ് റിഫോം എന്നുള്ളത്. നമുക്കറിയുന്നൊരു സംഗതിയാണ്. അദ്ദേഹം മിലിറ്ററിയിൽ സൈന്യത്തിൽ ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ സത്യം പറഞ്ഞാൽ ഈ മിലിറ്ററി റിഫോംസും മാർക്കറ്റ് റിഫോംസും ഏതാണ്ട് ഒരേ ഡയറക്ഷനിൽ പോകുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും എങ്ങനെയാണ് പറയുക, കോംപ്ലിമെൻ്ററി ആണെന്ന് പറയില്ലേ. കാരണം മിലിറ്ററി റിഫോംസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സൈനികർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതി അല്ലെങ്കിൽ ഒരു സ്ഥിര സൈന്യത്തിന് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു എങ്ങനെയാണ് പറയല് സ്ഥിരമായിട്ടുള്ളൊരു സൈന്യത്തിനെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു. സോ അതിനു വേണ്ടിയിട്ട് സൈനികർക്ക് സാലറി കൊടുക്കണം. സോ സാലറി കൊടുക്കുന്ന സമയത്ത് സൈനികർക്ക് വാങ്ങാൻ പറ്റുന്ന രീതി അല്ലെങ്കിൽ അവർക്ക് സാലറി കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ മാർക്കറ്റിലെ പ്രൈസിനെ നിയന്ത്രിക്കണം. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ടാക്റ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ മാർക്കറ്റ് റിഫോംസിലൂടെ അദ്ദേഹം എയിം ചെയ്തിട്ടുള്ളത് സാധനങ്ങളുടെ പ്രൈസ് കൺട്രോൾ ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ
ഈ ഒരു നമ്മൾ പറയില്ലേ ബ്ലാക്ക് മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇല്ലാതെയാക്കുക, ഇത്തരത്തിലുള്ള കറപ്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് ഓഫീസേഴ്സിനെ കാരണം ഷാനായി മാണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എങ്ങനെയാണ് പറയുക ഡിപ്പാർട്ട്മെൻറ്റ്സും ഓഫീസേഴ്സിനെയൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. സ്പൈ സിസ്റ്റത്തിനെ സംബന്ധിച്ചൊക്കെ മാർക്കറ്റിലെ സ്പൈ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. സോ അദ്ദേഹം ഇത്തരത്തിൽ 3 മാർക്കറ്റുകളാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഫുഡ് ഗ്രെയിൻസിന് വേണ്ടി മാത്രമുള്ള ഒരു മാർക്കറ്റ്, മറ്റൊന്ന് ഇത് ക്ലോത്ത് ആണ് കേട്ടോ. സോ ക്ലോത്ത് എന്നുള്ള വസ്ത്രങ്ങൾ അതുപോലെ ഫുഡ് വെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മറ്റൊരു മാർക്കറ്റ്, ദെൻ സ്ലേവ് ട്രേഡ്, ആനിമൽ ട്രേഡിനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു മാർക്കറ്റ്. ഇത്തരത്തിൽ 3 മാർക്കറ്റുകളാണ് അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചേഞ്ച് ആയിട്ടുള്ള കമ്മോഡിറ്റിയുടെ പ്രൈസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫിക്സേഷൻ ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് അനധികൃതമായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് സാധനം എന്താണ് പറയല് സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് വില കൂട്ടിയിട്ട് അവർ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് എടുത്തിട്ട് കൂടുതൽ വിലക്ക് വിൽക്കുന്ന പ്രാക്ടീസൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. സോ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രൈസൊക്കെ ഫിക്സ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നൊരു സംഗതി എന്ന് വെച്ചാൽ കർഷകർക്ക് അവരുടെ സാധനങ്ങളൊക്കെ അവരുടെ ഫീൽഡിൽ തന്നെ വിൽക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഗ്രെയിൻസൊക്കെ എന്ത് ചെയ്യാം അത്തരത്തിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ കർഷകരുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് ഗ്രെയിൻസ് അതുപോലെ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ അലാവുദ്ദീൻ ഖിൽജിയുടെ ഗ്രെയിൻ റിസോഴ്സൊക്കെ എന്ത് ചെയ്യാം അത് സ്റ്റേബിളാക്കി മെയിൻറ്റെയിൻ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് റിഫോംസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മിലിറ്ററി റിഫോംസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ് ദാഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദാഗ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രാൻഡിങ് ഹോസസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹോസുകൾക്ക് അവരുടെ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാറ്റഗറൈസേഷൻ നടത്തുക എന്നുള്ളതാണ്. സോ ഇതിലൂടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു സൈന്യത്തിനകത്തുള്ള ഹോസിനെയൊക്കെ എന്ത് ചെയ്യും കൃത്യമായിട്ട് ഉറപ്പുവരുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ദാഗ് സിസ്റ്റം അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ബ്രാൻഡിങ് ഓഫ് ഹോസസ് ആൻഡ് ഇതിനകത്ത് ഹോസിൻ്റെ ഹെൽത്തൊക്കെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റൊക്കെ നൽകുന്ന ഒരു രീതിയാണ് ദാഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ വെൽ ഫെമിലിയർ വിത്ത് ദി ടേം ദാഗ് സിസ്റ്റം. ദെൻ മറ്റൊന്നാണ് ചെഹ്റ അതല്ലെങ്കിൽ ഹൂലിയ എന്ന് പറയുന്നത്. ചെഹ്റ ഓർ ഹൂലിയ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇവിടെ ചെഹ്റ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഹൂലിയ സിസ്റ്റം എന്ന് വെച്ചാൽ ചെഹ്റ ഓർ ഹൂലിയ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എങ്ങനെ പറയല്ലേ ഒരു ആധാർ കാർഡൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്, നമ്മുടെ ഐ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും ഒരു റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ്. ഇത്തരത്തിൽ ഒരു സൈനികൻ്റെ ഒരു സോൾജിയറിൻ്റെ ഫീച്ചേഴ്സ് ഇത്ര ഹൈറ്റ് ഇത്ര വെയിറ്റ് ഇങ്ങനെയുള്ള ചെസ്റ്റ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് കാൽക്കുലേഷൻസ് കറക്റ്റ് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ് എന്നുള്ളത് അത് എൻ്റർ ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് ശരിക്കും ഈ ചെഹ്റ അതല്ലെങ്കിൽ ഹൂലിയ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈന്യത്തിനകത്ത് സ്പൈ കയറി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സോ സൈന്യത്തിനകത്ത് മറ്റുള്ള ഏതെങ്കിലുമൊക്കെ റിബൽസിൻ്റെ ഒക്കെ എന്താണ് പറയലേ ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവർക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പൈ അവരുടെ ഒരു കയറി വരവിനെ ഇല്ലാതെയാക്കാൻ അതിനെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജി സ്വീകരിച്ചിട്ടുള്ള ഒരു റിഫോമാണ് ഈ പറഞ്ഞ ഹൂലിയ അതല്ലെങ്കിൽ ചെഹ്റ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലൂടെ ഒരു സോൾജിയറിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയുടെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ള റിഫോംസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ വളരെ ഷോർട്ടായിട്ട് ആണ് സംസാരിക്കുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ റെഫറൻസ് നടത്തേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നോബിൾസ് എന്നുള്ളത് മിക്കവാറും എല്ലാ സുൽത്താൻസിനും ഭയങ്കര ത്രെട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഭാഗമാണ് നോബിൾസ് എന്ന് പറയുന്നത്. നോബിൾസിൻ്റെ ഇഷ്ടത്തിന് ഭരിച്ചിട്ടില്ല എങ്കിൽ ഒന്നെങ്കിൽ സുൽത്താനെതിരെ അവർ കലാപം നടത്തും, ചിലപ്പോൾ സുൽത്താനെ തന്നെ പുറത്താക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ത്രെട്ട് ഉണ്ട് എന്നുള്ളത് അലാവുദ്ദീൻ ഖിൽജിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം നോക്കിയിട്ടുള്ളത് എന്താണ് ശരിക്കും ഇങ്ങനെ നോബിൾസ് ഇത്രയും പവർഫുൾ ആവുകയും അല്ലെങ്കിൽ അവർ സുൽത്താനെതിരെ ഒരു ഭയങ്കര ശക്തമായിട്ടുള്ളൊരു എതിരാളിയായിട്ട് മാറുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അലാവുദ്ദീൻ ഖിൽജി ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് ഇൻഎഫക്റ്റീവ് സ്പൈ സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ സുൽത്താൻ്റെ സ്പൈ സിസ്റ്റം ഇൻഎഫക്റ്റീവാണ് അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആണ് സ്പൈ സിസ്റ്റം എന്ന് പറയുന്നത്.
പറയുന്നത്. ശരിക്കും നോബിൾസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള സുൽത്താൻ മനസ്സിലാവുന്നില്ല. അത് എത്തിച്ചു കൊടുക്കാനുള്ള ഏജൻസ് സുൽത്താൻ ഇല്ല എന്നുള്ളത് ആദ്യം അലാവുദ്ദീൻ ഖിൽജി മനസ്സിലാക്കുന്നു. ദെൻ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇൻ്റർ മാരേജസ് എമംഗ് ദി നോബിൾസ് എന്നുള്ളതാണ്. സോ നോബിൾസ് എന്നുള്ളത് അവർ കുടുംബക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. അവർ അവരുടെ മകനും മകളൊക്കെ തമ്മിൽ എന്ത് ചെയ്യാണ്, പരസ്പരം കല്യാണം കഴിപ്പിച്ചിട്ട് അവർ 2 നോബിൾ ഫാമിലികൾ ഒരു കുടുംബമായിട്ട് മാറുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കുറച്ചുകൂടി ശക്തരായിട്ട് നമുക്ക് സുൽത്താൻ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സുൽത്താനെ നൈസായിട്ട് അങ്ങോട്ട് പുറത്താക്കിയേക്കാം എന്നുള്ള രീതിയിലുള്ള ഗൂഢാലോചനകളൊക്കെ അവർ നടത്തുകയാണെന്നുള്ളത് അലാവുദ്ദീൻ ഖിൽജി റിയലൈസ് ചെയ്യുന്നു. ദെൻ മറ്റൊന്നാണ് സോഷ്യൽ ഇൻ്റർകോഴ്സ് ആൻഡ് എമംഗ് ദി നോബിൾസ് എന്നുള്ളത്. അതായത് ഈ നോബിൾസിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാതറിങ്സ്, ഒരുപാട് കമ്മ്യൂണിറ്റി ഗ്യാതറിങ്സ്, ഒരുപാട് ഇടപെടലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നോബിൾസ് തമ്മിൽ നടത്തുന്നുണ്ട്. അവരൊരുപാട് പാർട്ടികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇവർ നല്ല കമ്പനി ആവാണ്. ഈ നോബിൾസ് തമ്മിൽ പരസ്പരം കമ്പനി ആവുന്നു. കമ്പനിയായിട്ട് പതിയെ അവരെന്ത് ചെയ്യുന്നു, സുൽത്താനെ നൈസായിട്ട് പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതും അലാവുദ്ദീൻ ഖിൽജി റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കമ്പനി ആയാലും കുടുംബക്കാരായാലും ഒക്കെ അതിൻ്റെ അപ്പുറത്ത് ഇവരെ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എക്സസ് വെൽത്ത് ആണ്. ഇതൊക്കെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കോൺസ്പിരസിയും ഒരു റെബല്യനൊക്കെ നയിക്കാൻ മാത്രമുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി കൂടി ആർക്കുണ്ട്, നോബിൾസിനുണ്ട് എന്ന് അലാവുദ്ദീൻ ഖിൽജി മനസ്സിലാക്കുന്നു. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സതീഷ് ചന്ദ്ര പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം സ്പൈ ഇനെഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, സ്പൈനെ മൊത്തം അങ്ങോട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുൽത്താനേറ്റിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്ക് അതിൻ്റെ ഹുക്ക് ആൻഡ് കോർണറിൽ മൊത്തത്തിൽ എന്ത് ചെയ്തു, സ്പൈസിനെ സുൽത്താൻ്റെ ഏജൻസിനെ നിയമിച്ചു എന്നുള്ളതാണ്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്കൊരു വീട്ടിലൊന്ന് ചിരിക്കാൻ പോലും അല്ലെങ്കിൽ സുൽത്താൻ അറിയാതെ ചിരി പോലും നടക്കൂല എന്നുള്ള അത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പൈ സിസ്റ്റം എന്ത് ചെയ്യാണ് അദ്ദേഹം നടപ്പിലാക്കി. നോബിൾസ് ഒന്ന് അനങ്ങണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒന്ന് അനങ്ങിയാൽ പോലും സുൽത്താൻ അറിയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടെത്തിച്ചു. ഇത് മാർക്കറ്റിലും എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പൈ സിസ്റ്റം. അതിനകത്ത് ബരീദ്സ് എന്നുള്ള ഒരു എന്താണ് പറയുക സ്പൈ ഏജൻസിനൊക്കെ നിങ്ങൾ അറിയുന്ന സംഗതിനായിരിക്കും. അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. സോ ഇത്തരത്തിൽ അദ്ദേഹം സ്പൈ സിസ്റ്റത്തിനെ സംബന്ധിച്ച് അദ്ദേഹം സ്പൈ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണ്. സോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവർ ഈ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗാദറിംഗ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ എന്ത് നടക്കും, ഡ്രിങ്കിങ് പാർട്ടി നടക്കും എന്നുള്ളതാണ് സംഭവം. അലാവുദ്ദീൻ ഖിൽജി ഒക്കെ തുടക്കത്തിൽ കൊള്ളാവുന്ന രീതിയിൽ മദ്യപാനമൊക്കെ നടത്തിയിരുന്ന ഒരാളാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ മദ്യപാനം ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ നോബിൾസ് മദ്യപിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവരതിൻ്റെ ഒരു ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, സുൽത്താനെതിരെ ഗൂഢാലോചനയൊക്കെ നടത്തുന്നത് എന്ന് റിയലൈസ് ചെയ്യുന്നു. ആൻഡ് അലാവുദ്ദീൻ ഖിൽജിൻ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന മൊത്തം ബാരൽസ് ഓഫ് ഇനറലി വൈനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറച്ചിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം തന്നെ മദ്യപാനം നിർത്തി. ഇനി ആരും എന്ത് ചെയ്യണ്ട, മദ്യപിക്കുകയും വേണ്ട എന്നുള്ള രീതിയിൽ പ്രൊഹിബിറ്റഡ് സെയിൽ ആൻഡ് യൂസ് ഓഫ് വൈൻ എന്നുള്ളതാണ്. മദ്യത്തിൻ്റെ വിൽപ്പനയും അതിൻ്റെ ഉപയോഗമൊക്കെ എന്ത് ചെയ്യാണ്, അലാവുദ്ദീൻ ഖിൽജി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം നോബിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജി സ്വീകരിച്ചിട്ടുള്ള മെഷേഴ്സ് ആയിരുന്നു. സോ ഞാൻ പറഞ്ഞു, സ്പൈ സിസ്റ്റത്തിനെ വളരെ എഫിഷ്യൻ്റ് ആക്കി. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രിങ്കിങ് പാർട്ടീസിനൊക്കെ എന്ത് ചെയ്തു, അലാവുദ്ദീൻ ഖിൽജി കൺട്രോൾ ചെയ്തു. സെയിൽ ആൻഡ് യൂസ് ഓഫ് വൈനൊക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പ്രൊഹിബിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് സോഷ്യൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടീസാണ്. അപ്പോൾ ഈ പാർട്ടീനൊക്കെ എന്ത് ചെയ്തു, വൈന് കൺട്രോൾ ചെയ്തു അല്ലെങ്കിൽ വൈനൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തു. ആൻഡ് ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ അദ്ദേഹം നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നീട് നമ്മൾ പറഞ്ഞു എക്സസ് വെൽത്ത് എന്നുള്ളത്. ഇത്തരത്തിൽ നോബിൾസിൻ്റെ കയ്യിൽ ധാരാളമായിട്ടുള്ള വെൽത്ത് അല്ലെങ്കിൽ അവരുടെയൊക്കെ ലാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ തുടങ്ങി, അലാവുദ്ദീൻ ഖിൽജി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പല ലാൻഡുകളും ഖലിസ ലാൻഡുകളാക്കിയിട്ട് അല്ലെങ്കിൽ സുൽത്താൻ നേരിട്ട് കൺട്രോൾ ചെയ്യുന്ന ലാൻഡുകളാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ അവരുടെ പ്രോപ്പർട്ടിനെയൊക്കെ പല സമയത്തും പിടിച്ചെടുക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ഇതിനകത്ത് കൂട്ടത്തിൽ പറയാനുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ വാർബൂട്ടി, അതായത് ഗനീമ എന്ന് പറയുന്നത് നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ ഗനീമയുടെ 1/5 സുൽത്താൻ എടുക്കുന്നു, ബാക്കിയുള്ള 4/5 എന്ത് ചെയ്യുന്നു, സോൾജേഴ്സിന് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നു, 4/5 അതായത് 4 ഭാഗവും അലാവുദ്ദീൻ ഖിൽജി എടുക്കുന്നു, സുൽത്താൻ എടുക്കുന്നു. ബാക്കിയുള്ള 1/5 മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സോൾജേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു അലാവുദ്ദീൻ ഖിൽജി എന്നുള്ളത് ഒരുപാട് ഹിസ്റ്റോറിയൻസ് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സോ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. നെറ്റ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റിഫോംസ് സുൽത്താനേറ്റ് റൂളേഴ്സിൻ്റെ ഇടയിലൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ തന്നെ
മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഇങ്ങനെയുള്ള റൂളേഴ്സിനെയൊക്കെ സംബന്ധിച്ച്. സോ നെറ്റ് എക്സാം എല്ലാ സമയത്തും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ നിങ്ങൾ കൂടുതൽ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അലാവുദ്ദീൻ ഖിൽജി കോൺക്വർ ചെയ്തിട്ടുള്ള റീജൻസ് ഏതൊക്കെയാണ്, ഓരോ റീജനും ഏത് കോണ്ടെക്സ്റ്റിലാണ് കോൺക്വർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു ക്രൊണോളജിക്കലി അതെങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ റിഫോംസ് എന്തൊക്കെയായിരുന്നു, പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ സ്കോളേഴ്സും. ഇപ്പോൾ നമുക്കിവിടെ സിയാവുദ്ദീൻ ബറനി, ഫെരിഷ്ട, അമീർ ഖുസ്രോ, ഇസാമി, ഇങ്ങനെയുള്ള സ്കോളേഴ്സൊക്കെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നൽകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക, മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു സെഷനിൽ കാണാം.